ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെന്റ്സ്. ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് കൊഞ്ച് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്, കേരള ഡിഷാണ്. റോസ്റ്റ് അല്ല, ഫ്രൈ അല്ല. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൊഞ്ച് ചുങ്ങിയിട്ട് ആകെ കുറച്ചേ കാണുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയാണ്. എന്താ എൻ്റെ പേരെന്നല്ലേ, കൊഞ്ചുതീയൽ. അപ്പം ഈ കൊഞ്ചുതീയൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു 4-5 പേർക്ക് 1/2 കിലോ കൊഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളി തീയലുണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. അപ്പം ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ. എന്നിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയി കൊഞ്ച് തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 5-6 കൊച്ചുള്ളിയും കൂടി അരിഞ്ഞൊന്ന് ഇട്ടിരിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, അത് വെളിച്ചെണ്ണ ആട്ടോ ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂൺ മതി. ഇങ്ങനെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം. ഒരുപാട് തീയിലിട്ടിട്ട് നോക്കാണ്ട് പോകരുത്, ഭയങ്കര പ്രശ്നമാകും കേട്ടോ. അപ്പം ഞാനൊരു 5-6 ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാട്ടോ. ഒരു എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഇതൊരു പാക എരിവേ ഉള്ളൂ. തീയലിലൊക്കെ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു കുറച്ചുകൂടി മുളകാവാം. അപ്പം ഇത് ഞാൻ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയാണ്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുമ്പോൾ വേഗം അരഞ്ഞു വരാനാട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ എന്നിട്ട് കുറയ്ക്കണം കേട്ടോ. അത് വെച്ചാൽ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്കും തീ ഹൈ ആയിരുന്നാൽ ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞു പോവും. തേങ്ങ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ്, ഒരു തീയലിൻ്റെ ടേസ്റ്റ് വേറെ ആയി മാറും. അപ്പം തീയലിന് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ വേണം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ മല്ലി, ഫുൾ മല്ലി ഉണ്ടല്ലോ, അതാണ് ഇടുന്നത്. ഇന്ന് അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു കൈപ്പിടി നിറച്ച് ഞാൻ മല്ലി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഹോൾ മല്ലി ഇല്ലാത്തതാണ് പൊടി ഇടുന്നത്. ഹോൾ മല്ലിയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതിടുക. പിന്നെ അതെ, കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് പുളി ഒഴിക്കുന്ന ഡിഷാണ്. അപ്പോൾ ഉലുവ അതിൻ്റെ അകത്ത് കിടന്ന് അരിഞ്ഞു കഴിയുമ്പോൾ, അത് അരയ്ക്കാനുള്ള സാധനമാണ്. അപ്പോൾ അരിഞ്ഞു കഴിയുമ്പോൾ അത് നല്ല ഫ്ലേവർ വരും. ഇനി ഇത് ഉലുവ ഇടാൻ മറന്നു പോവാണെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് കണ്ടോ, നല്ല ബ്രൗണായി കരിഞ്ഞിട്ടില്ല, അത് സൂക്ഷിക്കുക. ഈ തേങ്ങ വറുക്കുന്നതിലാണ് എല്ലാം കിടക്കുന്നത് കേട്ടോ. തീയലിൻ്റെ ടേസ്റ്റ് വരുന്നത് തേങ്ങ വറുക്കുന്നതിലാണ്. അത് കഴിഞ്ഞ് ഞാനത് ആറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട്. ഇനി എന്താ ചെയ്യുന്നത്, പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. അതും പിഴിഞ്ഞ് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 കപ്പോളം കൊച്ചുള്ളിയിൽ 1 കപ്പ് കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ട് 2-3 പച്ചമുളകും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് വാട്ടി എടുക്കുക. മീൻസ് അതിനൊന്ന് അങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുകയാണ്. കരിവേപ്പില ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കരിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എളുപ്പമാണ് കൊഞ്ച് തീയൽ. നമ്മളെല്ലാം അരച്ചൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെയും കരിവേപ്പില ഇടുക ഞാൻ. എനിക്ക് ഈ കരിവേപ്പിലയിൽ ആരോ കൈവശം തന്നിട്ടെന്ന് തോന്നുന്നുണ്ട്. കരിവേപ്പില എത്ര ഇട്ടാലും മതിയാവില്ല. പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ കൊഞ്ച് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുത്തു. 2 മിനിറ്റ് അതിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് അരപ്പും കൂടി ഇട്ടിട്ട് ആ അരപ്പും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളമാണ്, തണുത്ത വെള്ളമല്ല കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഇതിങ്ങനെ വെളുത്തിരിക്കുന്നതെന്ന്. മെയിൻ സാധനം ചേർത്തിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ അത് വെളുത്തിരിക്കാതിരിക്കും? പുളിയേ നമ്മുടെ
പുളി ഒഴിച്ചില്ലെങ്കിൽ ശരിയാവോ? ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, എന്നിട്ടും പുളി ഒഴിക്കാനായിട്ട് മറന്നുപോയായിരുന്നു കേട്ടോ. പുളി ഇല്ലാതെ എന്നാ അല്ലേ ടേസ്റ്റ്. അപ്പം പുളി ഞാൻ വേഗം കലക്കി കൊണ്ടുവന്നിട്ട് പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോഴാണ് അത് തീയലാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് തീയലാവുമോ, വേറെ എന്തെങ്കിലും ആയിപ്പോവും. ഓക്കെ, അപ്പം പുളി നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെ പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ കൊഞ്ചിന് ഒരു ചെറിയ മധുരം ഉള്ളതാണ്. അപ്പം അത് നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് പുളി ഒന്നും മുന്നോട്ട് നിന്നാലേ നമുക്കത് ബാലൻസ് ആയി പോവുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാനിത് ഒരു ട്രിപ്പ് ഒഴിച്ചു, പിന്നെ ഒന്ന് നോക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒഴിക്കും. അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ഇത്. എറർ അല്ല കേട്ടോ, ട്രയൽ മെത്തേഡിലാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഇരുന്നൊന്ന് തിളച്ച് കഴിയുമ്പോൾ കളർ ഒന്ന് മാറും, നല്ല ഡീപ്പ് ബ്രൗൺ കളറിൽ വരും. എന്താ കണ്ടോ, പിന്നെയും പുളി ഒഴിക്കുകയാണ്. പുളി നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ ഒഴിക്കണം. അത് ഒറ്റ അടിക്ക് എല്ലാം കൂടി നെല്ലിക്ക വലുപ്പത്തിന് പുളി വേണമെന്ന് പറഞ്ഞിട്ട് ആ മൊത്തം കൂടി പിഴിഞ്ഞ് ഒഴിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് കിടന്ന് തിളച്ച് കഴിഞ്ഞാലേ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റുള്ള ഒരു കറിയാന്നറിയോ. ഇനി ഇതിൻ്റെ അകത്ത് ഉലുവ പോലും ഇടുന്ന, നമ്മൾ ഓൾറെഡി ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കതെ. പിന്നെയും പുളി ഒഴിക്കുകയാണ് എനിക്ക് പുളി ആ കൊഞ്ചിന് മധുരം ഇറങ്ങി വരുമ്പോഴേ മതിയാവുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് ആ കൊഞ്ച് തീയലിന്റെ ഒരു നല്ല കളറ് വന്നത് കണ്ടോ. അപ്പൊ ഞാൻ ആ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി മൊത്തം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെട്ടി തിളയ്ക്കുന്ന തിള കണ്ടില്ലേ, എന്താ ടേസ്റ്റ് എന്നറിയോ. ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവന്നിട്ട് ഇത് എവിടെ ചോറ് പോയി എന്നറിയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ് ഒപ്പി കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂട്ടുകാര്. ഞാൻ ലാസ്റ്റ് അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻകറിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൂടി തുറക്കാവുള്ളൂ. കണ്ടോ, അടിപൊളി കൊഞ്ച് തീയല്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.